ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന അവന്തികയും കൂടി ക്ഷേത്രത്തിലെത്തി അവന്തികയ്ക്ക് കഠിനമായിട്ടുള്ള ആ വഴിപാടുകൾ അവന്തികയെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ വഴിപാടുകളെല്ലാം ആകെ തളർന്നു പോയ അവന്തിക അവസാനത്തെ വഴിപാടായ അഗ്നിക്കാവടി എടുക്കാനായി തയ്യാറായി നിൽക്കുന്നു. അവിടെ എത്തിച്ചേർന്ന അവന്തികയ്ക്ക് അഗ്നിക്കാവടിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ ക്ഷേത്ര ഭാരവാഹികൾ അരികിലേക്ക് എത്തി പൂജാരിയോട് കാര്യങ്ങൾ അറിയിച്ചു. അവന്തികയെ അഗ്നിക്കാവടി എടുപ്പിക്കുന്നതിനായി അരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവന്തികയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന നിമിഷത്തിൽ അർച്ചനയുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം, അർച്ചനയുടെ മുഖത്തെ ഭാവ വ്യത്യാസങ്ങൾ അവന്തികത ശ്രദ്ധിക്കുകയാണ്. ഇവൾക്ക് ഇനി ഞാൻ ഈ കഷ്ടപ്പെടുന്നതിൽ ഇവൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? ഇവളുടെ മനസ്സിൽ അങ്ങനെ ഒരു സന്തോഷം, ഞാൻ ഈ അനുഭവിക്കുന്ന വേദനകളും യാതനകളും കണ്ട് അവൾക്ക് അങ്ങനെ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ എന്ന് അവന്തിക സംശയത്തോടെ അർച്ചനയെ നോക്കുമ്പോൾ, എങ്ങനെയാണ് അവൾക്ക് സ്വന്തം പേര് പോലും അറിയില്ല, അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സന്തോഷം അവളുടെ മുഖത്ത് എങ്ങനെ ഉണ്ടാവാനാ? ഇതൊക്കെ എന്റെ വെറും തോന്നലാണ് എന്ന് സ്വയം തിരുത്തിക്കൊണ്ട് അവന്തിക അർച്ചന പറഞ്ഞ പ്രകാരം അർച്ചനയ്ക്ക് അരികിലേക്ക് ചെന്ന് അവർ പറഞ്ഞതുപോലെ അർച്ചന ഏറ്റു പറയുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ അവന്തിക തയ്യാറാകുന്നു. ഒടുവിൽ അഗ്നിക്കാവടിക്കായി കാവടിയും തോളിലേന്തി ആ അഗ്നിയുടെ മുകളിലൂടെ, ആ കനൽ കട്ടകൾക്കിടക്ക് മുകളിലൂടെ നടന്നു നീങ്ങുന്ന അവന്തിക വീഴാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ കൊണ്ട് ഇതിനാവുന്നില്ല എന്ന് പറഞ്ഞ് കാലിൽ പൊള്ളലേറ്റുകൊണ്ട് വേദന കാരണം നിലവിളിക്കുന്ന അവന്തികയോട് അർച്ചന പറഞ്ഞു, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭക്തിയോടെ, പ്രാർത്ഥനയോടെ, വ്രതശുദ്ധിയോടെ ഇത് ചെയ്താൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ലെന്നും അതുകൊണ്ട് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മതിയെന്ന് അവന്തികയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അർച്ചന അറിയിച്ചു. അർച്ചനയുടെ വാക്കുകൾ കേട്ട് അവന്തിക മുന്നോട്ട് നീങ്ങുമ്പോൾ അവന്തികയുടെ മനസ്സ് തളർന്നു പോകുന്നതിനിടയിൽ അവന്തികയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് തന്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടമാകുമെന്നും ഇനിയുള്ള വഴികളിൽ തിരിച്ചടികളാണെന്നും അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ പോലും നഷ്ടമാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് ജ്യോത്സ്യർ ഒരു മുന്നറിയിപ്പ് നൽകിയത് അത് അവന്തികയുടെ മനസ്സിൽ വീണ്ടും ഓടിയെത്തി. തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും എന്റെ മോൾ എന്നും എന്റെ ഒപ്പം ഉണ്ടാകണമെന്ന് അവന്തികയുടെ തീരുമാനം അത് അവന്തികയുടെ മനസ്സിൽ ആഴത്തിലെത്തിയത് കൊണ്ട് അവന്തിക തൽക്കാലത്തേക്ക് തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ കുഞ്ഞിനു വേണ്ടി താൻ ഈ കഠിനമായിട്ടുള്ള ഈ വഴിപാട് താൻ പൂർത്തിയാക്കുമെന്ന് അവന്തിക മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് നീങ്ങാൻ അവന്തിക തയ്യാറായി. അങ്ങനെ അവന്തിക മുന്നോട്ട് പോകുമ്പോഴേക്കും അവന്തികയുടെ മനസ്സിൽ കുഞ്ഞിനെ നഷ്ടമാകാതിരിക്കാൻ ഏത് കഠിനവ്രതവും താൻ ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അർച്ചന ഈ കാഴ്ചകൾ കണ്ട് മനസ്സിലിരുന്ന് പുഞ്ചിരിക്കുകയാണ്. നീ എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ സച്ചിയോട്ടനോടും ചെയ്തിട്ടുള്ളതിൻ്റെ പരിണത ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. നീ ഇത്രയും നാളും നീ ജീവിച്ചു വന്ന നിന്റെ ഈ ജീവിത വഴിയിൽ ഇത്രയും കാലം എത്രയോ ആളുകളെ, എത്രയോ കുടുംബങ്ങളെ നീ തകർത്തെറിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷയാണ് നീ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ത്യാഗങ്ങളൊന്നും, അല്ലെങ്കിൽ നീ അനുഭവിക്കുന്ന ഈ വേദനകളോ യാതനകളൊന്നും, അതൊന്നും ഒരിക്കലും നീ ചെയ്തു പോയ ക്രൂരതകൾക്കോ നീ ചെയ്തു കൂട്ടിയ ദുഷ്ടതകൾക്കോ ഒന്നും പരിഹാരമല്ല എന്ന് അർച്ചന മനസ്സിൽ അവന്തികയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവന്തിക ഇതൊന്നും അറിയാതെ അർച്ചന പറഞ്ഞതിന് പ്രകാരം ജ്യോത്സ്യൻ പ്രവചിച്ച ആ വഴിപാടുകൾ പൂർത്തിയാക്കിയ ഒടുവിൽ കനൽക്കട്ടയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ കാലിൽ തുളച്ചു കയറിയ ആ പൊള്ളലിന്റെ വേദനയിൽ അവന്തിക ബോധം കെട്ട് വീഴുകയാണ്. അവന്തികയ്ക്കരികിലേക്ക് അർച്ചനയും മൂർത്തിയും ഓടിയെത്തി. അവന്തിക ബോധം കെട്ട് കിടക്കുന്നതിനാൽ മുഖത്തേക്ക് കുറച്ച് വെള്ളം തളിച്ച് അവന്തികയുടെ ബോധം തെളിയിച്ചപ്പോഴേക്കും അവന്തിക മൂർത്തിയോട് പറഞ്ഞു, മൂർത്തി എനിക്കൊട്ടും വയ്യ, താൻ എത്രയും വേഗം വണ്ടി എടുക്ക്, ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് അവന്തിക മൂർത്തിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവന്തികയെ മൂർത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അർച്ചന ഈ കാഴ്ചകളെല്ലാം കണ്ട് നല്ല മനസ്സ് നിറയെ സന്തോഷിക്കുകയായിരുന്നു. അതിനുശേഷം അർച്ചന വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടെ ഗോകുൽ തന്റെ ഫയലുകളൊക്കെ ചെക്ക് ചെയ്യുന്നതിനിടയിൽ അർച്ചനയോട് രാവിലെ ഇത് എവിടെ പോയതാണെന്ന് അന്വേഷിച്ചു. ക്ഷേത്രത്തിൽ പോയതാണ് എന്ന് അർച്ചന മറുപടി നൽകിയപ്പോ, താൻ ഈയിടെയായിട്ട് എന്ന് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടല്ലോ, എന്തെങ്കിലും വ്രതം ഉണ്ടോ തനിക്ക്, എന്തെങ്കിലും വ്രതം എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, ഞാൻ തനിച്ചു പോയതല്ല, അവന്തികയ്ക്ക് കൂട്ടിന് പോയതാണ്. അവന്തികയ്ക്ക് ചില വഴിപാടുകൾ നടത്താനുണ്ടായിരുന്നു, അതുകൊണ്ട് അവന്തികയുടെ കൂടെ പോയതാണ് എന്ന് അർച്ചന മറുപടി നൽകുമ്പോൾ അത് കേട്ട ഗോകുൽ അർച്ചനയോട് പറഞ്ഞു, അർച്ചന, അവന്തികയുമായിട്ടുള്ള ആ കൂട്ട് അത് നല്ലതല്ല. അവന്തികയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാണെന്ന് തോന്നില്ല. കാരണം സച്ചിയോടും സച്ചിയുടെ കുടുംബത്തോടും അവന്തിക ചെയ്തു കൂട്ടിയ ക്രൂരതകൾ എത്രത്തോളമാണെന്ന് തനിക്കറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് നല്ലതല്ലടോ. പിന്നെ തനിക്ക് ഇവിടെ വേറെ ഫ്രണ്ട്സ് ആരും ഇല്ല എന്ന് എനിക്കറിയാം. മാത്രമല്ല അവന്തിക മാത്രമാണ് തനിക്ക് ആകെയുള്ള ഒരു ഫ്രണ്ട്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവന്തികയുമായിട്ട് ആ ഒരു നല്ലൊരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. അയാളുമായിട്ട്
പഴയതുപോലെ ഒരു സൗഹൃദം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ താനും ആ ഒരു സൗഹൃദത്തെ നിലനിർത്താതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് പറഞ്ഞ് അവന്തികയോട് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകി അവന്തികയോടൊപ്പമുള്ള ഈ കൂട്ടുകെട്ട് അത് ശരിയാവുകയില്ല എന്ന് അർച്ചനയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തി ഗോകുൽ അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചന മനസ്സിൽ പറഞ്ഞു, ഗോകുൽ, ഞാൻ പോയത് അവന്തികയെ സഹായിക്കാനല്ല, മറിച്ച് അവൾ കഷ്ടപ്പെടുന്നത് നേരിട്ട് കണ്ട് ആസ്വദിക്കാനാണ്. അല്ല, ഇത്ര വേഗം ഗോകുലും അവന്തികയെ വെറുത്തു തുടങ്ങിയോ എന്ന് അവന്തികയെ കുറിച്ച് സംശയത്തോടെ അർച്ചന ചിന്തിച്ചപ്പോ ഒരു പക്ഷേ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനായി അവന്തികയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടി വന്നല്ലോ ഗോകുലിന്. അതുകൊണ്ടായിരിക്കാം ഗോകുലിന് ഇപ്പൊ അവന്തികയോട് ഇങ്ങനെ ഒരു അതൃപ്തി എന്ന് അർച്ചന സ്വയം മനസ്സിലാക്കിയെടുത്തു. അതിനുശേഷം രാജീവുമായി അർച്ചന സംസാരിക്കുകയാണ്. അർച്ചനയുടെ ഫോണിലേക്ക് ആദ്യം കാഞ്ചന വിളിക്കണം. ലീലാവതി അനിരുദ്ധന്റെ മകൾ ലീലാവതി അനിരുദ്ധന്റെ മകളും ഭാര്യ ലീലാവതിയും കൂടി ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. അക്കാര്യം അർച്ചനയെ വിളിച്ചറിയിക്കാനായാണ് കാഞ്ചന ഫോണിലേക്ക് വിളിച്ചത്. കോൾ എടുത്ത ഉടനെ തന്നെ എന്തായി കാഞ്ചന എന്ന് അർച്ചന അന്വേഷിച്ചപ്പോ കാഞ്ചന പറഞ്ഞു, ചേച്ചി പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയ കാഞ്ചന പെട്ടെന്ന് സോറി പറഞ്ഞ്, മേഡം പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യായി. ഞങ്ങൾ മേഡം പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണ് എന്നറിയിച്ചു. അപ്പോഴേക്കും അർച്ചന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ആദ്യം വിളിച്ച ആ വിളി തിരുത്തണ്ട, ചേച്ചി എന്ന് തന്നെ വിളിച്ചാൽ മതി. നിന്റെ പ്രായമുള്ള ഒരു അനുജത്തി എനിക്കുണ്ട്, അതുകൊണ്ട് അങ്ങനെ തന്നെ വിളിച്ചാൽ മതിയെന്ന് അർച്ചന അറിയിക്കുമ്പോൾ ശരി ചേച്ചി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ചേച്ചി പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം എന്നറിയിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഒന്ന് കാണണമെന്നും പുറത്തു വെച്ച് നമുക്ക് കാണാമെന്നും അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനും രാജീവും നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നും അർച്ചന അറിയിച്ചു. അങ്ങനെ തന്നെ അടുത്ത ദിവസം പുറത്തു വെച്ച് കാണാമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിനുശേഷം ഇക്കാര്യം രാജീവിനെ അറിയിക്കുകയാണ് അർച്ചന. രാജീവിനോട് കാഞ്ചന വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ രാജീവുമായി പങ്കുവെച്ചപ്പോ എന്തായാലും അവന്തികയുടെ വീട്ടിൽ കയറി അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. എന്തായാലും അവന്തികയെ തകർക്കാൻ പറ്റിയ നല്ലൊരു അവസരം കൂടിയാണിത്. നാളെ തന്നെ നമുക്ക് പുറത്തു വെച്ച് അനിരുദ്ധന്റെ കുടുംബത്തെ കാണാമെന്ന് രാജീവ് ഉറപ്പ് നൽകുന്നു. അങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്ന് അവർ സംസാരിച്ച് തീരുമ്പോഴാണ് അവിടേക്ക് ശിശിര എത്തിയത്. ശിശിരയെ കണ്ടതും എന്താ അപ്പൊ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞോ, എന്ത് തീരുമാനം രണ്ടുപേരോട് എടുത്തിരിക്കുന്നത് എന്നൊക്കെ ശിശിര വന്ന് അന്വേഷിച്ചപ്പോ അത് കേട്ട ദേഷ്യത്തിൽ ഉടൻ തന്നെ രാജീവ് മറുപടി നൽകി, അതെ, വേറൊന്നുമല്ല, നിന്നെ ഞാനങ്ങ് ഡിവോഴ്സ് ചെയ്താലോ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനമാണ് ഞാനിപ്പോ അർച്ചനയോട് പങ്കുവെച്ചതെന്ന് രാജീവ് പറയുമ്പോ അത് കേട്ടുനിന്ന ശിശിരയ്ക്ക് വല്ലാത്ത ദേഷ്യമാകുന്നു. ശിശിര ദേഷ്യത്തോടെ, അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെയൊക്കെ തീരുമാനിക്കുമെന്ന് എനിക്കറിയാം, എന്തൊക്കെ തീരുമാനിച്ചാലും ശരി, നിങ്ങളുടെ ആഗ്രഹങ്ങളും തീരുമാനവും ഒന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് രാജീവിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് ശിശിര അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാൻ രണ്ടുപേർക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് ശിശിര അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന അർച്ചനയ്ക്ക് വല്ലാത്ത വിഷമാകുന്നു. അർച്ചന രാജീവിനോട് പറഞ്ഞു, എന്തിനാ രാജീവ് വെറുതെ ശിശിരേച്ചി ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കുന്നത്? ശിശിരേച്ചിക്ക് രാജീവിനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുകയും ഇങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ രാജീവ് പറഞ്ഞു, സമൃദ്ധിക്ക് അറിയാവോ, ഞാൻ സത്യത്തിൽ ഈ കുടുംബത്തിലേക്ക് വന്നത് മറ്റാരുടെ അനുവാദമില്ലാതെ ഞാൻ ശിശിരയെ വിവാഹം കഴിച്ചത് അത് എനിക്ക് അവളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെയായിരുന്നു. ഗോകുലിന്റെ കുടുംബത്തിന് ഒരു തിരിച്ചടി കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി എനിക്ക് അവളോട് സ്നേഹക്കൂടുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായതും. എന്നാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പോലീസ് എന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവത്തിനേക്കാൾ വളരെ മോശമായിട്ടുള്ള ഒരു വൃത്തികെട്ട പോലീസുകാരൻ തന്നെയായിരുന്നു ഞാൻ. എന്നാൽ എനിക്ക് വിവാഹത്തിന് ശേഷം ശിശിരയുമായി നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാമെന്ന ആത്മവിശ്വാസവും എനിക്കുണ്ടായിരുന്നു. എന്നാൽ സത്യത്തിൽ ഞാൻ അവളെ സ്നേഹിച്ചതിന്റെ എത്ര ശതമാനത്തോളമാണ് അവൾ എന്നെ സ്നേഹിച്ചത് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കൊരു വീഴ്ച സംഭവിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ അവളെ സ്നേഹിക്കുന്നതിന്റെ 1% പോലും സ്നേഹം അവൾ എന്നോട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ 1% പോലും ആത്മാർത്ഥത അവൾക്ക് എന്നോടില്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞതും ഞാനൊന്ന് വീണുപോയ ആ നിമിഷത്തിലായിരുന്നു. സത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് ഒരു നല്ലൊരു ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പ്. അതുകൊണ്ട് തന്നെ ആ ഒരു കെട്ടുറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. ഇനിയിപ്പോ ശിശിരയെ തിരുത്തുക എന്നതിനേക്കാൾ ഉപരി ഞാൻ മുൻഗണന നൽകുന്നത് അവന്തികയ്ക്കുള്ള തിരിച്ചടിക്കാണ്. അവന്തികയെ തിരിച്ചടിച്ച് അർച്ചനയുടെയും കുടുംബത്തിന്റെയും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അർച്ചനയോടൊപ്പം നിന്ന് അവന്തികയ്ക്ക് തിരിച്ചടി നൽകുക എന്ന ആ ഒരു പ്രവൃത്തിക്കാണ് മറ്റെന്തിനേക്കാളും ഞാനിപ്പോൾ മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആദ്യം നമ്മൾ എത്തിച്ചേരട്ടെ, അതിനുശേഷം മാത്രമേ മറ്റൊന്നും ഞാൻ തീരുമാനിക്കുന്നുള്ളൂ. അപ്പോൾ നാളെ കാഞ്ചനയുടെ അമ്മയെയും നാളെ കാണുന്നു, അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് രാജീവ് അവിടെ നിന്ന് മടങ്ങണം. അതിനുശേഷം
പിറ്റേന്ന് അർച്ചനയും രാജീവും കാഞ്ചനയെയും അമ്മ ലീലാവതിയെയും പുറത്തൊരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. രാജീവ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൈമാറുകയാണ്. ഞങ്ങൾ വെറുതെ അവിടേക്ക് ചെന്ന് കയറിയാൽ അവർ പെട്ടെന്ന് ഞങ്ങളെ സ്വീകരിക്കുമോ എന്നതായിരുന്നു അവരുടെ ആശങ്ക. അപ്പോഴേക്കും അർച്ചന ഫോൺ ചെയ്തപ്പോൾ തന്നെ കാഞ്ചനയോട് പറഞ്ഞിരുന്നു, നാളെ തന്നെ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ആ വാടക വീട് ഒഴിയണമെന്ന്. അതിൽ വല്ലാത്ത ടെൻഷനോടെയായിരുന്നു കാഞ്ചനയും ലീലാവതിയും സമീപിച്ചത്. അങ്ങനെ ആ വീട് ഇപ്പോൾ തന്നെ ഞങ്ങൾ മാറിയാൽ ഇനി ഞങ്ങൾ എവിടെ താമസിക്കുന്നുള്ളവരുടെ ചോദ്യത്തിന് അവന്തികയുടെ വീട്ടിലേക്ക് ചേക്കേറുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഏത് വിധത്തിലാണെന്നും എങ്ങനെയാണ് അവിടെ ചെന്നിട്ട് നമ്മൾ അവന്തികയെ തകർക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ അർച്ചനയും രാജീവും അവർക്ക് നൽകുകയാണ്. ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടി അവരോട് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ വിശദമായി രാജീവ് പറഞ്ഞ് മനസ്സിലാക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം സാറിന്റെയും അർച്ചന ചേച്ചിയുടെയും തീരുമാനം പോലെ തന്നെ ഞങ്ങൾ എല്ലാം നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, പുറത്ത് നിന്ന് അവന്തികയെ വെല്ലുവിളിക്കുക എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് അത് വെറുതെ നിസ്സാരമാണ്. മാത്രമല്ല അത് അവന്തികയ്ക്ക് ഒരു പൂ ഇറുക്കുന്ന ലാഘവത്തിൽ അവന്തിക ആ വെല്ലുവിളിയെ ഇല്ലാതാക്കും. മറിച്ച് അവന്തികയോടൊപ്പം ചേർന്ന് നിന്നാൽ ആ കുടുംബത്തിൽ കയറിപ്പറ്റി അവന്തികയുടെ ആ സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റിയാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ അവന്തിക എങ്ങനെ തകർത്തെറിയാമെന്നതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്തികയെ തകർത്തെറിയാൻ നമുക്ക് സാധിക്കുമെന്ന് അർച്ചനയും രാജീവും പറയുന്നത് കേട്ട് ആ ഒരു തീരുമാനത്തിൽ തന്നെ അവർ മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ രാജീവിന്റെയും അർച്ചനയുടെയും നീക്കങ്ങൾ, അവരുടെ പ്ലാൻ അതേപടി നടപ്പിലാക്കാൻ കാഞ്ചനയും ലീലാവതിയും സമ്മതം മൂളി. അതിനുശേഷം അവിടെ രാജീവിന്റെ ഫോണിലേക്ക് ACPയുടെ ഓഫീസിൽ നിന്ന് കോള് വന്നതോടെ അദ്ദേഹത്തോട് സംസാരിക്കാൻ, SPയുടെ ഓഫീസിലേക്ക് കോള് വന്നതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ താൻ എത്രയും വേഗം ഓഫീസിലേക്ക് എത്താമെന്ന് പറഞ്ഞ് രാജീവ് വേഗം അവിടെ നിന്ന് ഇറങ്ങുന്നു. അർച്ചന പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അമ്മയ്ക്കും മകൾക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഹോട്ടലിലേക്ക് സച്ചിയും കുടുംബവും അവരുടെ വിജയം ആഘോഷിക്കുവാനായി എത്തിയത്. കമലമ്മയും ആതിരയും സ്നേഹയും അനഘയും ഒക്കെ അവിടേക്ക് എത്തിച്ചേരുമ്പോൾ അർച്ചന അവരെ കാണുകയും അവരുടെ കണ്ണിൽ പെടാതിരിക്കാനായി അർച്ചന തന്നെ മുഖം മറച്ചു പിടിക്കുന്നു. കാഞ്ചനയും ലീലാവതിയും കാര്യം എന്താ, ഇതിന് പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവരോട് വീണ്ടും വിശദമായി കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോഴാണ് അവിടേക്ക് വന്നിരുന്ന എല്ലാവരോടുമായി സച്ചി അവരവർക്ക് വേണ്ട ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാനായി സച്ചി അറിയിച്ചു. അപ്പോഴേക്കും അമ്മയ്ക്ക് എന്ത് വേണമെന്ന് ആതിര ചോദിച്ചപ്പോ എനിക്ക് മോൾ നാളെ വാങ്ങിച്ചു തന്നത് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ മഷ്റൂം ബിരിയാണിക്കായി ആതിര ഓർഡർ നൽകുന്നു. ഈ സമയത്താണ് ആതിര ചോദിച്ചത്, അമ്മയെ നമുക്ക് ആയിഷ ചേച്ചിനെയും കൂടെ വിളിക്കായിരുന്നു, ചേച്ചി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോ മോളൊന്ന് വിളിച്ചു നോക്ക്, ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറ എന്നായിരുന്നു കമലമ്മയുടെ ആവശ്യം. അത് മനസ്സിലാക്കിയ അർച്ചന വേഗം തന്നെ താൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവർ തിരിച്ചറിയരുത് എന്നതിനാൽ വേഗം മൊബൈൽ ഫോൺ സൈലന്റ് മോഡിലാക്കി വെക്കുന്നു. അതിനുശേഷം ലീലാവതിയോടും കാഞ്ചനയോടും കൂടുതലൊന്നും എനിക്ക് പറയാനില്ലെന്നും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് അർച്ചന അവരെ പോകാൻ അനുവദിക്കുന്നു. അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും അർച്ചന ആകെ വേദനയോടെ നോക്കി നിൽക്കുമ്പോൾ ആരതി സച്ചിയുടെയും കുടുംബത്തിനെയും സന്തോഷം പങ്കുവയ്ക്കാനായി ആരതി കേക്കുമായി അവിടേക്ക് എത്തുകയാണ്. ആരതി ചേച്ചി എന്താ വരാൻ വൈകിയെന്ന് അനഘ അന്വേഷിച്ചപ്പോ കേക്ക് ഓർഡർ ചെയ്തത് കിട്ടാൻ വൈകിയതാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കേക്കുമായി അവരുടെ മുന്നിലേക്ക് എത്തണം. എന്നാൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് സച്ചി കേക്ക് കട്ട് ചെയ്യാനായിട്ട് അമ്മയോട് ആവശ്യപ്പെട്ടപ്പോ അമ്മ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി വേണം കേക്ക് കട്ട് ചെയ്യാനെന്നും സച്ചി മോനും ആരതി മോളും അല്ല ഈ കേസ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ വേണം ഇത് കേക്ക് കട്ട് ചെയ്യാനെന്ന് ആവശ്യപ്പെട്ടപ്പോ കേക്ക് കട്ട് ചെയ്യാൻ അവർ തയ്യാറാകാതെ ആരതി പറഞ്ഞു, അമ്മയെ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും ഈ കേക്ക് കട്ട് ചെയ്യാനുള്ള അവകാശം അമ്മയ്ക്കാണ്, അമ്മ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് കമലമ്മയെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിക്കുകയാണ്. ഈ കാഴ്ച അപ്പുറത്ത് മാറി നിന്ന് വേദനയോടെ നോക്കിക്കാണുന്ന അക്ഷരം സച്ചിക്ക് കേക്ക് പീസ് എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്ന ആരതിയും അത് കണ്ട് ചുറ്റും തന്റെ കുടുംബാംഗങ്ങൾ സന്തോഷത്തോടെ കൈയടിക്കുമ്പോൾ ആ കാഴ്ച മനസ്സിൽ വലിയ കൂരമ്പ് പോലെ തുറയ്ക്കുകയായിരുന്നു അർച്ചനയ്ക്ക്. സച്ചിയേട്ടനെ തനിക്ക് ഓരോ നിമിഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന വേദനയോടെ അർച്ചന ആ കാഴ്ച കണ്ട് വിഷമിക്കുന്നു.